السلام عليكم ورحمة الله تعالى وبركاته. عن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماسا وتروح بطانا. رواه الترمذي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ളതായ ഹദീസാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങളിൽ ആരെങ്കിലും വരമേൽപ്പിക്കുകയാണെങ്കിൽ, തവക്കുല് ചെയ്യുകയാണെങ്കിൽ, ഹഖ്ക തവക്കുലിഹി, പരമേൽപ്പിക്കേണ്ടതായ രീതിയിൽ എങ്ങനെയാണോ അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്യേണ്ടത്, ആ തവക്കുല് ചെയ്യേണ്ടതായ രീതിയിൽ ആരെങ്കിലും തവക്കുല് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, സർവവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, കമാ ലർസഖക്കും കമാ യർസുഖു ത്വയ്ർ, ലർസഖക്കും, നിങ്ങൾക്ക് അള്ളാഹു തആല ഭക്ഷണം നൽകും. അള്ളാഹുവിലേക്ക് നമ്മൾ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾക്കുള്ളതായ കാര്യങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് ഭക്ഷണം നൽകും. കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ. പക്ഷികളെ ഇവിടെ ഉദാഹരണം എടുക്കാനുള്ളതായ കാരണം എന്താണ്? പക്ഷികൾ തഗ്ദൂ ഹിമാസൻ, അത് അതിരാവിലെ തന്നെ ഒട്ടിയ വയറുമായി പുറപ്പെടുകയാണ്. വതറൂഹു ബിതാനൻ, വൈകുന്നേരം അത് വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ് മടങ്ങിയെത്തുന്നത് എന്ന രീതിയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തവക്കുല് ചെയ്യേണ്ട രീതിയിൽ ഒരാൾ അള്ളാഹുവിലേക്ക് ശരിക്കും തവക്കുല് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാര്യത്തിൽ ടെൻഷനുകളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല തന്നെ അദ്ദേഹത്തിലേക്ക് ഒരുക്കി കൊടുക്കുന്നതാണ്. ഇതാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ തവക്കുല് ചെയ്യേണ്ടത് അള്ളാഹുവിനെയാണ്. നമ്മൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളിലും തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ളതായ ആ മനക്കരുത്ത്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതായ ഒരു തവക്കുലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൻ്റെ ഉടനീളം അള്ളാഹുവിലേക്ക് വേണ്ടി തവക്കുല് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ, ശാരീരികമായ പ്രശ്നങ്ങളിൽ, മാനസികമായ തടസ്സങ്ങളിൽ അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതം നീങ്ങേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്തുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.